ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം തൊട്ട് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ചേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആ ഇൻട്രൊഡക്ഷനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബൾക്കി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചിട്ട് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസും ഉണ്ട്, 12 ഷെഡ്യൂൾസും ഉണ്ട്, 22 പാർട്സും. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡ് ദാറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 395 അനുച്ഛേദത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12 പട്ടികയുണ്ട്. എത്ര പട്ടിക? 12 പട്ടികയുണ്ട്. അതുപോലെ തന്നെ 22 പാർട്സ് ഉണ്ട്. 22 ഭാഗങ്ങൾ അടങ്ങിയ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഭരണഘടനയുടെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും നമുക്ക് ആ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് ചേഞ്ചസുകൾ കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭരണഘടനയിൽ ചേഞ്ചസുകൾ കൊണ്ടുവരുന്ന ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും യുദ്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിപ്ലവങ്ങളോ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേഞ്ചസുകൾ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നാളെ ഇതുവരേക്കും യാതൊരുവിധ വ്യത്യാസങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാര്യം അങ്ങനെ വരേണ്ട ഒരു വ്യത്യാസങ്ങളും കൊണ്ടുവരേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളെയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മുൻകൂട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ബൃഹത്തായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മറ്റു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന. അപ്പോൾ റിട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നുള്ളത്. നമുക്ക് 1950 ജനുവരി 26-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇതൊക്കെ നമുക്ക് ഒരു മാർക്കിന് പ്രതീക്ഷിക്കാം. 1950 ജനുവരി 26 എന്നുള്ളത് നമുക്ക് എന്താണ്, ഒരു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്നുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളത് ഒരു മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് കടമെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. കാര്യം നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആയാലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആയാലും എല്ലാം തന്നെ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ വൈസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലാണ് എഴുതി തയ്യാറാക്കിയത്. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ദ ഫങ്ഷൻസ് ഓഫ് എ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ 5 ഫങ്ഷൻസ് ഓഫ് എ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, 5 ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആ 5 ഫങ്ഷൻ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളെയും ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 5 ഫങ്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻലി 5 ഫങ്ഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അപ്പോൾ എത്ര ഫങ്ഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്? 5 ഫങ്ഷൻസ് ഉണ്ട്. ഇത് എത്ര മാർക്കിന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഭരണഘടനയിൽ മുഖ്യമായിട്ടുള്ള 5 ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, allows
coordination and assurance. ഇതാണ് ഒന്നാമത്തെ. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദ കോർഡിനേഷൻ ആൻഡ് അഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ പോയിന്റാണ്. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള അധികാരത്തെക്കുറിച്ച് വ്യക്തമാക്കുക എന്നതാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് limitations on the powers of the government. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിർണ്ണയിക്കലാണ് ദ ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിർണ്ണയിക്കുന്നു. കാര്യം ഗവൺമെന്റിന്റെ ഈ അധികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ് ഡിക്ലറേഷൻ of the aspirations and goals of a society. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡിക്ലറേഷൻ ഓഫ് ദ ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എന്താണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദി പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വത്തെ മനസ്സിലാക്കുക. റിഫ്ലക്റ്റ് എന്തിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവിടെ? ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദി പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വത്തെ മനസ്സിലാക്കുക. അപ്പം നമുക്ക് പ്രധാനമായിട്ടും 5 ധർമ്മങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദ കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. ഒന്നാമത്തേന്ന് വെച്ചാൽ ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങളെ വ്യക്തമാക്കുന്നു. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിർണ്ണയിക്കുന്നു. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിറേഷൻ ആൻഡ് ദി ഗോൾസ് ഓഫ് ദി സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അഞ്ചാമത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ റിഫ്ലക്റ്റ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദി പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അലൗ ദ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഒന്നാമത്തെ ഹെഡിങ് നമ്മൾ എഴുതി കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദ കോർഡിനേഷൻ ആൻഡ് അഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അതിനകത്ത് വരുന്ന ഒന്നാമത്തെ പോയിന്റിൽ റിലീജിയസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഉണ്ട്, റേഷ്യൽ ഡൈവേഴ്സിറ്റീസ് ഉണ്ട് എമംഗ് ദി പീപ്പിൾ. ഇപ്പോൾ ദർ ആർ ദി
റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റേഷ്യൽ ഡൈവേഴ്സിറ്റീസ് എമംഗ് ദി പീപ്പിൾ. വ്യത്യസ്തമായിട്ടുള്ള ഓരോ വർഗ്ഗങ്ങൾ കാണും. ഈ വർഗ്ഗങ്ങളെ എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോട് മാത്രമായിരിക്കും ഭരണഘടന പ്രവർത്തിക്കുന്നത്. ഇവിടെ വർഗ്ഗം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാനാ ജാതിയിൽ പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നാനാ മതങ്ങളിൽ പെടുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ 5 ധർമ്മങ്ങളിൽ ഒന്നാമത്തെ കർത്തവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കർത്തവ്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബി ഫൈൻഡ് ദി ക്രിസ്ത്യൻസ് ദി ഹിന്ദു Muslims and other religious people. ഇവിടെ നമ്മൾ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള മതങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് പെടുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് ഉണ്ട്, അതുപോലെ ഹിന്ദുക്കളുണ്ട്, അതുപോലെ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഈ അതുപോലെ തന്നെ റിലീജിയസ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ റിലീജിയസ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സിഖ് മതക്കാരെയാണ്, ബുദ്ധ മതക്കാരെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അതർ റിലീജിയസ് ആയിട്ടല്ലെങ്കിൽ അന്യമതങ്ങളിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അപ്പം നമുക്ക് ഒന്നാമത്തെ പോയിന്റിൽ നാനാ മതങ്ങളിലും ജാതിയിലും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ലക്ഷ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദെയർ ഒക്കുപ്പേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ആറ്റിറ്റ്യൂഡ്സ്, പിന്നെ അതുപോലെ തന്നെ കേപ്പബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ്? എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനങ്ങളാണുള്ളത്. ഇപ്പോൾ കഴിവുകളായാലും നമ്മുടെ അഭിരുചികളായാലും ഒക്കെ എന്ത് ചെയ്യുന്നു? വ്യത്യാസങ്ങളായിരിക്കും. അങ്ങനെ വ്യത്യാസങ്ങളായിട്ടുള്ളവരും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലുണ്ടെങ്കിൽ ഇവരെല്ലാം ഒരുപോലെ ഏകോപിച്ച് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ കർത്തവ്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചിലപ്പം പണക്കാർ കാണും, റിച്ച് കാണും, അതുപോലെ തന്നെ എന്താണ്? പുവർ പാവപ്പെട്ട ആൾക്കാർ കാണും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളവർ നിലനിന്ന് പോകുന്നു. അത് ചിലപ്പോൾ നമ്മുടെ എന്താണ് സമൂഹത്തിലെ രാഷ്ട്രത്തിൽ ഓൾഡായിട്ടുള്ള ആൾക്കാർ കാണും, അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അവരെ എല്ലാം അംഗീകരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോട് മാത്രം പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. They are different categories and having the different views. They require the cooperation to each other. അപ്പം നമുക്ക് ഇങ്ങനത്തുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസിലൊക്കെ ഉൾപ്പെടുന്ന വ്യക്തികളെ എല്ലാം തന്നെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒക്കുപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി അല്ലെങ്കിൽ മനുഷ്യരായി കഴിഞ്ഞാൽ പല കഴിവുകളും ഉണ്ട്. ആ കഴിവുകളുള്ള വ്യക്തികളെല്ലാം ഒരുപോലെ നമുക്ക് ഒന്നിനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വ്യത്യസ്തതരമായിട്ടുള്ള കഴിവുകളാണ് നിലനിന്ന് പോകുന്നത്. കേപ്പബിലിറ്റീസ് ഉണ്ട്, അതുപോലെ റിച്ച് ആൻഡ് പുവർ ഉണ്ട്, ഓൾഡ് ആൻഡ് യങ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ കർത്തവ്യം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് ദ കോപ്പറേറ്റ് ടു ലൈഫ് പീസ്ഫുള്ളി. അപ്പം നമ്മൾ കോപ്പറേറ്റ് ചെയ്യുക ആരുമായിട്ട്? ഇവരായിട്ടെല്ലാം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കണം? പീസ്ഫുള്ളി, സമാധാനത്തോടെ ഇവരെല്ലാം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ ലക്ഷ്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്. എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ്
function of a constitution is to provide a set of basic rules that permit minimum coordination among the people. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ദ ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ is to provide a set of the basic rules that permit minimum coordination among of society. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതെങ്കിലും ഏകോപനം ഉണ്ടാകണമെന്നുള്ള അടിസ്ഥാന നിയമങ്ങളുടെ ഒരു സംഹിത പ്രദാനം ചെയ്യലാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ കർത്തവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ്, ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോയിന്റിനെ ഒന്നും കൂടെ വിശകലനം ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻസ് കാണും, ഹിന്ദുസ് കാണും, മുസ്ലിംസ് കാണും. ഇവരെ കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ ഓക്കുപ്പേഷൻ ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും കേപ്പബിലിറ്റീസ്, കഴിവുകൾ, തൊഴിലുകൾ, അഭിരുചികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ആൾക്കാരെ ഒരുപോലെ നമ്മുടെ രാഷ്ട്രത്തിൽ കൊണ്ടുപോവുക. സം മേ റിച്ച് ആൻഡ് അതർ പുവർ, അതിനകത്ത് പണക്കാരും കാണും, പാവപ്പെട്ടവരും കാണും. ഇവരെ ഒരുപോലെ കൊണ്ടുപോവുക. അതുപോലെ എന്താണ്, പ്രായമുള്ളവരും കാണും, ചെറുപ്പക്കാരും കാണും. ഇവരെ എല്ലാം രാഷ്ട്രത്തിൽ ഒരുപോലെ കൊണ്ടുപോവുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള വ്യക്തികളെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നതാണ് ഇവിടെ പറയുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യുന്നതും വളരെയധികം സമാധാനത്തോടും മാത്രം കോർഡിനേറ്റ് ചെയ്യുക. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമങ്ങളുടെ ഒരു സംഹിത പ്രദാനം ചെയ്യലാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ കർത്തവ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെ ഇത് ഒരുപാട് നമുക്ക് എന്താണ്, ഒരുപാട് സ്റ്റുഡൻസിന് പ്രാവർത്തികമാകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 അല്ലെ ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള ക്വസ്റ്റ്യൻസും വരും. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 5 ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ 5 ധർമ്മങ്ങളും 5 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഫൈനൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനായാലും നമ്മൾ ഓണപരീക്ഷയ്ക്കൊക്കെ ആയാലും നമ്മൾ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിലവിൽ നമ്മൾ പ്രതീക്ഷിച്ച് പോവുക. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കുറേയേറെ കുട്ടികളുണ്ട്. കുറച്ച് പേര് സിവിൽ സർവീസ്, അങ്ങനെ ഉന്നമനമായിട്ടുള്ള ജോലി കരിയറിലേക്ക് കടക്കാൻ ആഗ്രഹമുള്ള കുട്ടികളും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും നിലവാരത്തിലെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലവർക്ക് പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട് യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെ ജസ്റ്റ് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് 100 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.